ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പം നമ്മുടെ വ്ലോഗ് എന്ന് പറയുന്നത് നമ്പർ 14 ആണ്. മൈ ഫസ്റ്റ് ഡേ ആസ് എ 12th ഗ്രേഡർ. ഞാൻ 12th ഉള്ള ആദ്യത്തെ ദിവസമാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ആദ്യം കാണിക്കുന്നത് ജൂൺ 1-ാം തീയതി എടുത്തതാണ് കേട്ടോ. ഇത് ജൂൺ 1-ാം തീയതി ഞാൻ ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ഉൾപ്പെടെ എഴുതിയിട്ട് ജസ്റ്റ് ഒരു ചാർട്ട് പോലെ ജസ്റ്റ് ഒരു കളർ പേപ്പറിൽ എഴുതി ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചു. അതുപോലെ തന്നെ ജൂണിലെ എക്സാമിനറിൻ്റെ ടൈം ടേബിൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജൂൺ തൊട്ട് ശരിക്കും പ്രൊഡക്റ്റീവ് ആവാമെന്ന് വിചാരിച്ചു. ഇതുവരെ ചെറുതായിട്ട് ഈ വെക്കേഷൻ്റെ ഒരു മൂഡിൽ ഇങ്ങനെ ഉഴപ്പി നടക്കുമായിരുന്നു. അപ്പോൾ ജൂൺ തൊട്ട് കറക്റ്റായിട്ട് പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു. അതുപോലെ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു കാര്യമാണ് ഡെയിലി പ്ലാനർ എന്നുള്ളത്. എനിക്ക് ഈ ഒരാഴ്ച മുമ്പേ ഒന്നും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഞാൻ അന്നന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലൊരു സ്പൈറൽ ബുക്കിൽ എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ജൂൺ 1-ഉം 2-ഉം അങ്ങനെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇതിപ്പോൾ 3-ൻ്റെതാണ്. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് വോയിസ് ഓവർ അല്ല, ഞാൻ ലൈവായിട്ട് വീഡിയോ എടുക്കുവാണേ. അതിനു മുമ്പേ ഈ ലൈവ് ആയിട്ടുള്ള വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് ഇത് ഞാൻ തലേന്ന് എടുത്താൽ കേട്ടോ. അതായത് ജൂൺ 2-ാം തീയതി അല്ല 3-ാം തീയതി വെളുപ്പിനെ 12:03 എടുത്തത്. കാരണം എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റും പിന്നെ സ്കൂളിൽ ഇപ്പോൾ 2 മാസത്തിന് ശേഷം സ്കൂളിൽ പോകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും വരുന്നില്ലായിരുന്നു. നേരത്തെ കിടന്നുറങ്ങി, നേരത്തെ രാവിലെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടിരുന്നതാണ്. പക്ഷെ നടന്നില്ല. അമ്പലത്തിൽ പോകാൻ പറ്റി, എന്നാലും എണീറ്റപ്പോൾ നന്നായിട്ട് താമസിച്ചു. 7 മണിയൊക്കെ ആയി. ഞാൻ എണീറ്റപ്പോൾ 8:30 ആകുമ്പോൾ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങണമായിരുന്നു. പിന്നെ പോകുന്ന വഴി തന്നെ അമ്പലത്തിൽ പോകേണ്ടി വന്നു. അപ്പോൾ തലേന്ന് രാത്രി ഒരു 12 മണി ആയപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. കാര്യമായിട്ട് അങ്ങനെ പാക്കിംഗ് ഒന്നുമില്ല. കുറച്ച് ബുക്സ് എടുത്തു. അതുപോലെ തന്നെ വളരെ കുറച്ച് ബുക്സ് എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ. കാരണം വെയിറ്റ് കൂടുതലാണ്. ഞാൻ വലിയ ബുക്സ് നോക്കിയാണ് വാങ്ങിച്ചേ. കാരണം കഴിഞ്ഞ വട്ടം ഞങ്ങൾക്ക് നല്ല രീതിക്ക് നോട്ട്സൊക്കെ ബ്രീഫായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം പല ബുക്കിൽ എഴുതുന്നാലും നല്ലത് ഒരെണ്ണത്തിൽ എഴുതുന്നതെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ബുക്ക്, അതുപോലെ തന്നെ ഒരു 2 പേന, 2 പെൻസില്, ഒരു കട്ടർ, ഒരു റബ്ബർ, അത്ര, പിന്നെ ഒരു സ്കെയില്, അത്ര എനിക്ക് ആവശ്യമുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ എല്ലാം കൂടെ എടുക്കത്തുമില്ല. സത്യം പറഞ്ഞാൽ ഒരു പേനയും ഒരു പെൻസിലും ഒരു കട്ടറും ഒരു റബ്ബറും അതുപോലെ ഒരു സ്കെയിലിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ വലിയതായിട്ടൊന്നും പാക്ക് ചെയ്യുന്നില്ല. ഇത്രയാണ് ജസ്റ്റ് ഞാൻ പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തത്. ഒരു ഹൈലൈറ്ററും വെച്ചിട്ടുണ്ട്, കാരണം അപ്പോൾ പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്ത് പോകാനായിട്ട്. ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട്? ഞാൻ ഇപ്പോൾ വന്ന് കുറച്ച് നേരമായിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈവായിട്ട് സൗണ്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വോയിസ് ഓവറല്ലേ കൊടുക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് ടെൻഷൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റൊക്കെ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ കെമിസ്ട്രിയുടെയും ഇംഗ്ലീഷിൻ്റെയും ഒക്കെ ബുക്ക് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പറയുവാണെങ്കിൽ കെമിസ്ട്രി പഠിപ്പിച്ചു. കെമിസ്ട്രി സൊല്യൂഷൻസ് എന്നുള്ള ചാപ്റ്റർ തുടങ്ങി. ടീച്ചർ കുറച്ച് നോട്ടൊക്കെ തന്നു. എവിടെ വരെ എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ വരെ എടുത്തു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞങ്ങൾക്ക് നല്ല രീതിക്ക് നോട്ട് തരും. അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു ബുക്കാണ് എടുത്തിരുന്നത്. ഒരുപാട് ബുക്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ച് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരുപാട് പഠിപ്പിക്കത്തില്ലല്ലോ എന്ന്. അപ്പോൾ ഒരുപാട് ബുക്സ് ഒന്നും എടുത്തില്ല. അതുപോലെ നല്ല വെയിറ്റ് ഉണ്ടല്ലോ. പിന്നെ സുവോളജിയുടെ റെക്കോർഡ് കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെക്കോർഡൊക്കെ വരച്ച് കൊണ്ട് ചെന്നു. ഇത് ഞാൻ അവിടെ ചെന്നിരുന്ന് തട്ടിക്കൂട്ടി വരച്ചാണ് ഈ ബ്രെയിനൊക്കെ. പിന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു തന്നു കേട്ടോ. 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ ടീച്ചർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നമ്മുടെ എംപവർമെൻറ്റിനെ പറ്റിയിട്ടും അതുപോലെ നമ്മുടെ ഇന്ത്യയിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഒക്കെ, അങ്ങനെ കുറച്ചൊക്കെ നമ്മുടെ വുമൺ എംപവർമെൻറ്റ്, അതുപോലെ എന്തൊക്കെയാണ് എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട, അങ്ങനെ 3 L's ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറച്ച് പറഞ്ഞു തന്നു. അല്ലാതെ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് അടുത്ത ദിവസം വായിക്കുമായിരിക്കും. ജസ്റ്റ് ഒരു റഫായിട്ട് നമുക്കൊരു ഇൻട്രോ തന്നു. പിന്നെ ഹിന്ദിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹിന്ദി സത്യത്തിലൊന്നും പഠിപ്പിച്ചില്ല കേട്ടോ. ഹിന്ദി എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദി ഇംഗ്ലീഷും വലുതായിട്ടൊന്നും പഠിപ്പിച്ചില്ല. ഇൻട്രൊഡക്ഷൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ ബോട്ടണിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ബോട്ടണിയുടെ ബുക്ക് കൊണ്ടുപോയില്ല. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ വേറൊരു നോട്ട്ബുക്കിലേക്ക് റഫായിട്ട് എഴുതി എടുക്കുമായിരുന്നു. ബോട്ടണി സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അതിൻ്റെ കുറച്ച് പറഞ്ഞു തന്നു. ഈ മോണോഷ്യസ്, ഡൈഷ്യസ്, ബൈസെക്ഷൽ, യൂണിസെക്ഷൽ ഇതൊക്കെ എന്തോ ആണെന്നും, അതുപോലെ തന്നെ ഈ ആന്തർ, സ്റ്റിഗ്മ, സ്റ്റേമൻ അതൊക്കെ പറഞ്ഞു തന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഫിസിക്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് കുറച്ച് ടീച്ചർ എടുത്ത് തന്നായിരുന്നു. കണ്ടക്ഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അതുപോലെ ഏതൊക്കെ രീതിയിൽ കണ്ടക്ഷൻ ഉണ്ടാവും, പിന്നെ കണ്ടക്ടേഴ്സ് ഏതൊക്കെ രീതി, കണ്ടക്ഷൻ അല്ല സോറി, ചാർജിങ് ഉണ്ടാവും കണ്ടക്ഷൻ വഴി, അതുപോലെ ഇൻഡക്ഷൻ വഴി. അപ്പം ഞാനിത് ജസ്റ്റ് ലെക്ചർ നോട്ട് പോലെ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്താൽ കേട്ടോ. ടീച്ചർ പറയുന്നതിൻ്റെ കൂടെ സ്പീഡിൽ നമ്മൾ എഴുതി പോകണ്ടേ. അതുകൊണ്ട് ആണ് ഇത്ര വൃത്തിയായിട്ട് ഹാൻഡ് റൈറ്റിംഗ്. ഇനി വീട്ടിൽ നിന്ന് ഇനി വായിച്ച് നോക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ തന്നെ എഴുതിയത്. കാരണം നോട്ട് തരാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ജസ്റ്റ് നോട്ട് എഴുതിയിട്ടുള്ളത്. പിന്നെ മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാത്സ് കുറച്ച് പഠിപ്പിച്ചു.
മറ്റേ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്റർ കുറച്ച് പഠിപ്പിച്ചു. നമുക്ക് ഇക്വലൻസ് റിലേഷൻ വരെ പറഞ്ഞു തന്നു. എന്ന് പറഞ്ഞാൽ ഇക്വലൻസ് പറഞ്ഞു, ട്രാൻസിറ്റീവ് പറഞ്ഞു, റിഫ്ലക്സീവ് പറഞ്ഞു, സിമെട്രിക് പറഞ്ഞു, അതുപോലെ എംറ്റി റിലേഷന്, യൂണിവേഴ്സൽ റിലേഷനും പറഞ്ഞു. അത്രയും പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ബോട്ടണിയുടെ റെക്കോർഡും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ബോട്ടണിയുടെ റെക്കോർഡും ചോദിച്ചില്ല ടീച്ചർ, അടുത്ത ദിവസം കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. ബോട്ടണി ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് കഷ്ടപ്പെട്ട് വരച്ചു. പിന്നെന്താ, വേറൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും പഠിപ്പിച്ചില്ല. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരുപാടൊന്നും പഠിപ്പിക്കത്തില്ലായിരിക്കുമെന്ന്. പക്ഷേ ഇത്രയൊക്കെ പഠിപ്പിച്ചു കേട്ടോ. വൈകിട്ടൊരു 3 മണിക്കോ എന്തോ ആയപ്പോൾ വിട്ടു. 3 മണിയല്ല, 4 മണി ആയപ്പോഴത്തേക്ക് വിട്ടു. പിന്നെ നിങ്ങൾക്കൊക്കെ സ്കൂൾ എത്ര മണി വരെ ഉണ്ടായിരുന്നു? എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചോ? ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് വൈകിട്ട് വരെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് ഇളവൊക്കെ തരായിരുന്നു, എന്നാൽ പഠിപ്പിക്കണ്ടായിരുന്നു എന്നായിരുന്നു. ഈ കുറേ നാൾക്ക് ശേഷം ചെല്ലുന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് ഉറക്കമൊക്കെ ശരിയായിട്ടില്ല. ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഈ ഉറങ്ങി പഠിച്ചു പോയി. രാവിലെ നമ്മൾ എണീക്കുമ്പോൾ 10 മണിയാവും. അപ്പോൾ ആ സമയത്ത് നമ്മളിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്നാലും മാനേജ് ചെയ്തൊക്കെ ഇരുന്നു. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.